കൂട്ടുകാരെ, ടൈം വിത്ത് എപ്സൈനിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ 10 തൊട്ട് 12 മാസം പ്രായമുള്ള കുട്ടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പ്രായം വളരെ ശ്രദ്ധേയമാണ്. കാരണം നമ്മുടെ കുട്ടി അത് നോർമലാണോ, സബ് നോർമലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വളർച്ചയ്ക്കുള്ള എന്തെങ്കിലും തകരാറുകൾ ആ കുട്ടിക്ക് ഉണ്ടോ എന്ന് കണ്ടറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് 10 തൊട്ട് 12 വരെയുള്ള മാസം വരെയുള്ള കാലം. കുട്ടിയുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും താമസമുണ്ടോ? കുട്ടിയുടെ വികസനത്തിന് കാലതാമസമുണ്ടോ? സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ ശ്രദ്ധ കുറവുണ്ടോ? ആഹാരം കഴിക്കാൻ സമ്മതമില്ലായ്മയുണ്ടോ? വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുട്ടി മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സംസാരം ശ്രദ്ധിക്കാതിരിക്കുകയോ വിളി കേൾക്കാതിരിക്കുകയോ സ്വന്തം ലോകത്തിലെന്ന പോലെ പെരുമാറുകയോ ചെയ്യാറുണ്ടോ? 2 കൈയും എപ്പോഴും ബിസിയാക്കി വയ്ക്കാറുണ്ടോ? കൂടെ പനിയും ജലദോഷവും വരാറുണ്ടോ? മരുന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പൂർണ്ണമായി വളർച്ച ഉള്ള ഒരു 10 തൊട്ട് 12 വരെയുള്ള മാസമുള്ള ഒരു കുട്ടി ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി വളർച്ച എത്തിയതാണോ വളർച്ചയില്ലാത്തതാണോ, അതിന് കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉള്ള ചികിത്സ നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ നിർദ്ദേശിക്കും. എവിടെയാണ് അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ പറഞ്ഞു തരും. ഈ 10 മാസം തൊട്ട് 12 മാസം വരെ കുട്ടികൾ സ്വന്തമായി നടക്കാൻ ശ്രമിക്കും. കൈകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കും. കൈകൾ ഉപയോഗിക്കാത്ത കുട്ടികളാണ് വളർച്ച കുറഞ്ഞ കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. അവർ കൈകൾ കൊണ്ട് സാധനങ്ങൾ എടുക്കുകയോ കുത്തി വരയ്ക്കുകയോ അല്ലെങ്കിൽ വലിച്ചിടുകയോ ഒന്നും ചെയ്യാറില്ല. കുട്ടികൾ ചെറിയ ചുവടുകളെടുക്കാനായിട്ട് ശ്രമിക്കും. മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോൾ കുറച്ച് താമസം ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഡിലേ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കും സജീവമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഈ പ്രായത്തിൽ കുട്ടികൾ എത്ര വളരും, കുട്ടികൾ ശരിക്കും വളരുന്നുണ്ടോ, കുട്ടിക്ക് ഈ ഭാരം മതിയോ, കുട്ടിയുടെ പൊക്കം ശരിയാണോ എന്നൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അത് കൂടെ നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ അതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തുകയും അതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സ്വന്തമായി എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അവർ മാതാപിതാക്കളെയും അവരെ ശുശ്രൂഷിക്കുന്ന ആളുകളും എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കി മനസ്സിലാക്കുകയും അതൊക്കെ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. കുട്ടികൾ സ്വയം ഭക്ഷണം കഴിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ശ്രമിപ്പിക്കാറുണ്ട്. അവർ ആഹാരം കഴിക്കുന്ന കൂട്ടത്തിൽ കുട്ടിക്കൊരു പാത്രവും പ്ലേറ്റും കുറച്ച് ആഹാരവും നൽകാറുണ്ട്. സ്പൂൺ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ഈ ശ്രമം ഉപകരിക്കും. പല്ലുകൾ പൊട്ടിപ്പുറപ്പെടുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഒരു ദിവസം 2 പ്രാവശ്യം ഉറങ്ങാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. രാത്രി 12 മണിക്കൂറോളം ആഹാരമൊന്നും കൂടാതെ തന്നെ ഉറങ്ങുന്നതായി കാണാം. കുട്ടിക്ക് സംസാരം വികസിപ്പിക്കുവാൻ ഈ കാലഘട്ടം ഉപയോഗപ്പെടാം.
അച്ഛ, അമ്മ എന്നൊക്കെ കുട്ടി നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കും. ഈ കാലഘട്ടത്തിൽ അച്ഛ, അമ്മ എന്ന് വാക്കുകൾ പറയാനുള്ള ശ്രമവും കുട്ടി ചെയ്യാറുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കാനും പറയാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. കാക്ക, ഓട്ടോ, പട്ടി, പൂച്ച ഇങ്ങനെയുള്ള വാക്കുകളാണ് സാധാരണ വേഗം പറഞ്ഞു പഠിക്കുന്നത്. ഇല്ല എന്ന് പറയാനും അല്ലെങ്കിൽ തലകുലുക്കാനും ഒക്കെ പഠിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. വളർച്ച കുറവുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും മാറി നിൽക്കുന്നത് അത്ര വലിയ പ്രശ്നമായി കാണാറില്ല. കാരണം അവർ എപ്പോഴും സ്വന്തം ലോകത്താണ്. ആ ലോകത്ത് വേറെ ആരും കയറി വരാത്തിടത്തോളം സമയം അവർ ഒന്നും തന്നെ ശ്രദ്ധിക്കാറില്ല. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളോടും പ്രിയം കാണിക്കാറുണ്ട്. കുട്ടികൾ ജിജ്ഞാസ കാണിക്കുക അല്ലെങ്കിൽ കാണിക്കാൻ തുടങ്ങുക ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ അപരിചിതർ വരുമ്പോൾ അവരോട് ഉള്ള പെരുമാറ്റം വളരെ ശ്രദ്ധയോടുകൂടെയും ഭയത്തോടുകൂടെയും ആകാൻ ശ്രദ്ധയോടും ഭയത്തോടും കൂടെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മാതാപിതാക്കളാണ് ഇത് നമ്മുടെ ആൻറ്റിയല്ലേ, ഇത് നമ്മുടെ മാമനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ പേടി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. കുപ്പിയിൽ നിന്നോ കപ്പിൽ നിന്നോ വെള്ളം കുടിക്കാൻ ഈ കാലഘട്ടത്തിൽ കുഞ്ഞ് ശ്രമിച്ചേക്കാം. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വലിയവർ തങ്ങൾ കഴിയുന്ന ഭക്ഷണത്തിൻ്റെ പങ്ക് നൽകി തുടങ്ങുന്നത്. 1 വർഷം തികയുന്നവരെ പശുവിൻ്റെ പാല് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയാണ് ഉത്തമം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ അത് വളരെ കുറഞ്ഞ തോതിലായിരിക്കണം. ആദ്യമായി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് പിടിക്കുന്നതാണോ അതോ അലർജി ഉണ്ടാക്കാൻ കഴിവുള്ളതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെപ്പോലെ പ്രതിരോധ ശക്തി മുഴുവൻ വളർന്നിട്ടില്ലാത്ത ആളുകളാണ് 10 തൊട്ട് 12 മാസം പ്രായമുള്ള കുട്ടികളെന്ന് പ്രത്യേകം ഓർമ്മ വേണം. കഴിയുന്നതും നിങ്ങളുടെ പീഡിയാട്രിഷ്യനുമായിട്ട് എന്തെല്ലാം കൊടുക്കാം എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞിന് മുലയൂട്ടുന്ന ആളാണെങ്കിൽ 1 വയസ്സാകുമ്പോൾ പാല് കൊടുക്കുന്നത് നിർത്തുന്നത് ഉത്തമമായിരിക്കും. അവർക്ക് കുപ്പിപ്പാലോ മറ്റു കുഞ്ഞുങ്ങളുടെ ഭക്ഷണങ്ങളോ കുപ്പിയിൽ കലക്കി കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും കപ്പിൽ നിന്ന് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പ്രായത്തിലാണ്. നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് കഴിയും. അത് അവർ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ പെരുമാറ്റം ശ്രദ്ധിച്ച് ശക്തി പ്രാപിക്കുന്നതാണ്. മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുക വളരെ വൈകാരികമായ പ്രശ്നമാണ്. സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള വഴികളെ ഇനി പറയുന്നത്, ഓരോ തവണയും നിങ്ങൾ തിരികെ വരുമെന്ന് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കാൻ സഹായിക്കുന്നതിന് നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിത സ്ഥലത്ത് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആദ്യമൊക്കെ ചെറിയ സമയത്തേക്ക് പറഞ്ഞു മാറുകയും തിരിച്ചു വരികയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്നാണ് ദീർഘമായി അവളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് അതിന് നേരത്തെ ഒരു ട്രെയിനിങ് നടത്തുന്നത് നന്നായിരിക്കും. പുതിയ ആളിലേക്കും വസ്തുക്കളിലേക്കും നിങ്ങളുടെ കുഞ്ഞിനെ ക്രമേണ മാത്രം പരിചയപ്പെടുത്തുക.
നിങ്ങളുടെ കുഞ്ഞിന് ചിത്രവും പുസ്തകങ്ങളും കാണിക്കുക, ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുക. കഥ പറയുന്നത് പോലെ അവരെ വായിച്ച് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും. ആശ്വസിപ്പിക്കലായിട്ടുള്ള ആലിംഗനവും കെട്ടിപ്പിടിക്കലും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങളുടെ കുറ്റ ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അവർക്ക് അത് ആ കുട്ടിക്ക് നൽകുകയും ആ വസ്തുവിൻ്റെ പേര് പറയുകയും ചെയ്യുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് 10 തൊട്ട് 12 വരെ മാസം പ്രായമുള്ള കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചാണ്. നിങ്ങൾ ടൈം വിത്ത് എപ്ഷനിലെ ഈ എപ്പിസോഡ് ശ്രദ്ധാപൂർവം കേട്ടതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡ് കേൾക്കാനായി നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.